നമസ്കാരം, ഞാൻ ധന്യ. നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും പബ്ലിക് പ്ലേസിലായാലും ഇത്തരത്തില് ബുദ്ധിമുട്ടുകൾ മാത്രം സൃഷ്ടിക്കുന്ന ചിലരെങ്കിലും കാണും അല്ലെ. അപ്പൊ എനിക്ക് കിട്ടിയൊരു ചോദ്യമാണത്. ഒരു ഒരു പർട്ടിക്കുലർ പേഴ്സൺ നമ്മളെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നു, ഭരിക്കുന്നു, അവര് പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരുന്നു എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ. അപ്പൊ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോ കുട്ടിക്കാലത്തെ ഒരു പാരന്റിങ്ങിന്റെ ഫലമായിട്ട് 4 തരം പേഴ്സണാലിറ്റികളാണ് ഒരു വ്യക്തികളായി മാറുന്നത്. അപ്പോ ഇത്തരത്തില് നമ്മളെ ഭരിക്കുന്ന ആളുകളുടെയൊക്കെ ചിന്താഗതി ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു ട്രേറ്റ് ആയിരിക്കും. അതായത് ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, എന്റെ അത്രയൊന്നും അറിവ് ബാക്കിയുള്ളവർക്കില്ല, ഐ ആം ദ സുപ്പീരിയർ എന്നൊക്കെ ഉള്ളത്. അതായത് അമിതമായിട്ട് പ്രശംസയും അംഗീകാരവും ഒക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കിട്ടി വളരുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ളൊരു ചിന്താഗതിയിലേക്കാവുക. അവർക്ക് അവരുടെ ലൈഫിന് മാത്രമേ വിലയുള്ളൂ, ബാക്കിയുള്ളവനൊക്കെ ബിഗ് സീറോ ആണെന്നുള്ളൊരു ധാരണയായിരിക്കും. അപ്പൊ അതില് ആ ഒരു ധാരണയുടെ പുറത്താണ് കൺട്രോൾ ചെയ്യാനും ഭരിക്കാനും ഒക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് എങ്ങനെ ഈ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നയം എന്താ വെച്ചാല്, ഈ നാർസിസ്റ്റായ ആളുകളോടൊക്കെ നമ്മൾ എടുക്കുന്ന അതേ ഒരു പോളിസിയാണ് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയും. അതായത് ഇത്തരം ആളുകളെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ, ഭരിക്കാൻ വരുമ്പോഴൊക്കെ നമ്മളൊരു ഉറച്ച പാറക്കല്ല് പോലെ നിൽക്കുക. പ്രത്യേകിച്ചൊന്നും വികാരങ്ങൾ, ഞാൻ ഷോക്കഡായി, എനിക്ക് സങ്കടം വന്നു, ആ രീതിയിൽ അവരെ അങ്ങോട്ട് ഞെട്ടിച്ചപ്പോ നമ്മൾ ഞെട്ടി എന്നുള്ളത് കാണിക്കാതിരിക്കുക, നമുക്കത് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. നമ്മള് യൂഷ്വലി പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ പറഞ്ഞ വ്യക്തി യുടെ സ്വഭാവങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ആക്ടിങ് അല്ല, ബാധിക്കാതെ നമ്മള് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, വീട്ടിലോ ജോലി സ്ഥലത്തോ പബ്ലിക് പ്ലേസിലോ എന്താണ് നമ്മളെ ഡ്യൂട്ടി, അതങ്ങോട്ട് ചെയ്തിട്ട് പോവുക. ഇങ്ങനെ വ്യക്തി അവിടെ ഉള്ളതേ ആയിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട, ചുരുക്കം പറഞ്ഞാൽ മൈൻഡ് ആക്കാതിരിക്കുക. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വന്നിട്ട് അടിക്കുകയും പിച്ചുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മളത് നൈസായിട്ട്, ആ കുട്ടിക്ക് അറിവില്ല എന്നുള്ള രീതിയിൽ നൈസായിട്ട് കൈകാര്യം ചെയ്യില്ലേ? അതുപോലെ തന്നെ ഇത്തരം ആളുകളെയും അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അവർ അവെയർ അല്ല എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ളത് എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ ഫോർഗീവ് ചെയ്യാം. അപ്പൊ ഇതിന് പകരം പലരും വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ആളുകളോട് തിരിച്ച് യുദ്ധം ചെയ്യുക, തിരിച്ചങ്ങോട്ട് നല്ലോണം പറയുക, അവരോട് ഒരു റിവെഞ്ച് സൂക്ഷിക്കുക എന്നൊക്കെ, ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് കരുതും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, നമ്മുടെ ഫോക്കസ് മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ എനർജി മുഴുവൻ ആ വ്യക്തിയെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലാവും. അപ്പൊ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, നമ്മൾ വീക്കാവും. അത് മാത്രമേ അതിന്റെ റിസൾട്ട് ഉള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് വളാക്കിക്കൊണ്ട് അവർ കൂടുതൽ വളരുകയാണ് ചെയ്യുക. ഇത്തരം സാഹചര്യങ്ങൾ നിരന്തരം അനുഭവിക്കുമ്പോൾ നമ്മളാരും പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാം. പ്രതികരിക്കണം, തീർച്ചയായിട്ടും പ്രതികരിക്കണം. പക്ഷെ അത് ഇങ്ങനെ നമ്മള് സ്വരം ഉയർത്തിക്കൊണ്ട്, വോയിസ് ഉയർത്തിക്കൊണ്ട്, അവിടെ ഒരു കച്ചറ ഉണ്ടാക്കിക്കൊണ്ടല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. നമുക്ക് പറയാം, ഇത് ഇന്ന പോലെയാണ്, ഇത് ഇന്നതാണ് കാര്യമെന്ന് നോർമലായിട്ട് 1-2 വാക്കുകളിൽ അവർക്കൊരു വിശദീകരണം കൊടുക്കാം. അത്ര വേണ്ട. അവിടെ ഒരു ഡെസ്പ്യൂട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. പിന്നെ ഇനി ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു സ്പിരിച്വൽ റീസൺ പറയാം. ഇത് ഇങ്ങനെയൊക്കെ ഒരു അടികളൊക്കെ വരുന്നത്, ഇത്തരം ആളുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അവരും നമ്മളും തമ്മിലുള്ള ഒരു കാർമിക് ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു ലെസൺ പഠിക്കുക, എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് ഉയരേണ്ടത് എന്നുള്ള പാഠം പഠിക്കുക, ഉയരുക. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.